നമസ്കാരം. പ്രേത വിഷയങ്ങളാണ്, പ്രേത കഥകളാണ്. കഥകളെന്ന് പറയാൻ പറ്റില്ല, പ്രേതാനുഭവങ്ങളാണ്. അതിൽ ഞാൻ എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളിൽ പറയാത്ത ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. 1999 2000 കാലഘട്ടമാണ്. അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം. വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അന്നത് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള നല്ല സൗഹൃദമുള്ള കാലത്താണ്. അപ്പോൾ അവരേതെങ്കിലും സ്റ്റേഷൻസിലേക്ക് മാറിപ്പോകുമ്പോൾ ഞാൻ ഈ ചെറിയ കൈ ഫലങ്ങളൊക്കെ പറയുന്നുള്ളത് കൊണ്ട് ആ സ്റ്റേഷൻ്റെ കസേര മാറ്റി ഈ പൊസിഷൻ മാറ്റി ഇടാനൊക്കെ പറയും. അവർക്ക് അതിലൊക്കെ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്, ഭക്തന്മാരായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ഥലത്തേക്ക് മാറിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ 3 സർക്കിൾ ഇൻസ്പെക്ടർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. അവരോട് നല്ല സൗഹൃദമുണ്ടായിരുന്നു. ഒരു മുറിയിൽ എന്നെ കിടക്കാനുള്ള സംവിധാനം തന്നു. ഞാനവിടെ കിടന്നു. രാത്രി 2 മണിയായപ്പോൾ ഞെട്ടി ഇങ്ങനെ ഉണരുകയാണ്. കാരണം കട്ടിൽ ആരും ഇങ്ങനെ വന്ന് പിടിക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ ഞെട്ടിപ്പെടുന്നു എഴുന്നേറ്റ്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവിടെ മറ്റു 3 മുറികളിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങുവാണ്, നമ്മുടെ സുഹൃത്തുക്കൾ. ഞാൻ കുറച്ചേരം എഴുന്നേറ്റിരുന്നു. എനിക്ക് ഏത് വാതിലിൽ കൂടെയാണ് പുറത്തിറങ്ങിയാൽ എങ്ങോട്ട് പോകണോ എന്നുള്ളത് അറിയാൻ പറ്റാത്തതും അവരെ രാത്രി വിളിച്ചുകൊണ്ട് ഉണർത്തണ്ട എന്നുള്ളതും തോന്നി. ഞാൻ വീണ്ടും ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പഴയ ഫാനാണ്. ആ ഫാൻ ഇങ്ങനെ ഈ വല്ലാത്ത ശബ്ദത്തോടെ, വളരെ പഴക്കമുള്ള ഫാനാണ്. ഈ മുറിയിൽ അസ്വസ്ഥത ഉണ്ടായി. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വിയർത്ത് കുളിച്ചു. നേരം വെളുപ്പിച്ചു. ഞാൻ രാവിലെ ഇവരോട് എങ്ങനെ ഇത്തരം ഈ ഒരു കഥ പറയും, ഈ ഒരു സംഭവം പറയും എന്നെൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് കൊണ്ടും ഇവരെങ്ങനെ എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. നമ്മൾ 3 പേരും ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ മുറിയിൽ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം പറ്റിയില്ല, ഒരു സ്ത്രീ വന്നിട്ട് ഈ കട്ടിലിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നിയെന്ന്. അപ്പോൾ അവർക്കത് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. പക്ഷേ ഞാനവിടെ തിരിച്ചു വന്നതിന് ശേഷം അതിൽ നമ്മുടെ മോഹൻ എന്ന് പറയുന്ന നല്ല ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്. അത് റിട്ടയറായി, കുടുംബത്തെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ദിവസം രാത്രി അവിടെ കിടക്കുമ്പോൾ ആ ചുവരിലൂടെ ഒരു നിഴലിങ്ങനെ പോകുന്ന കണ്ടുകൊണ്ട് അവിടെ ഇങ്ങറ്റം തൂക്കിയ പുള്ളിയുടെ ഷർട്ട് താനിങ്ങനെ നിറങ്ങി നൂലിലൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് പുള്ളി തോക്കെടുത്തു എന്നോട്. ഇത് അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ്. ഞാൻ അവിടെ കിടന്നപ്പോൾ അനുഭവമായിട്ട് ബന്ധം നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ മരണം നടന്നിട്ടുള്ള കാര്യത്തിനകത്ത് വളരെ ഉറപ്പാണ്. പിന്നീട് നമ്മളത് കണ്ടെത്തിയത് അവിടെ ഒരു പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് കുടുംബം താമസിച്ചിരുന്നു. ആ പോലീസുകാരുടെ മർദ്ദനമേറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടെന്നും എന്നുള്ളൊരു വാർത്ത നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മുറിക്കുള്ളിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പോലീസ് കുപ്പായം നീങ്ങിപ്പോയത് പോലീസ് കുപ്പായത്തോടുള്ള ആ പ്രേതാത്മാവിൻ്റെ പകയായിരിക്കണം. ഈ മുറിയിൽ ഞാൻ കിടന്നുറങ്ങി എന്ന് പറയുന്ന മുറിയിലായിരിക്കണം ഒരുപക്ഷെ ആ സ്ത്രീ ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി വായിച്ചാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പ്രേതാത്മാക്കളുടെ ഉള്ളിലുള്ള ദുഃഖമോ വിദ്വേഷമോ അത് പുറത്ത് നിൽക്കും. അത് ഒരു കാലഘട്ടം വരെ നിൽക്കുമെന്നും അവരുടെ ഏജ് കഴിയുന്ന മനുഷ്യ ശരീരം ഉണ്ടായിരുന്ന കാലത്ത് ആ ശരീരം ജീവിച്ചിരുന്നെങ്കിൽ ദൈവമായിട്ട് നിയോഗിക്കപ്പെട്ട സമയത്ത് മൃത്യു സംഭവിക്കാത്ത സമയം വരെ ആ പ്രേതാത്മാവിൻ്റെ ബന്ധം ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വീടുകളും സ്ഥലങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.